നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണയിക്കാൻ വെറും 38 വോട്ടുകൾ മതിയെങ്കിൽ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഇന്ന് നമ്മൾ പെരിന്തൽമണ്ണയിലെ ആ നിർണായകമായ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കുകയാണ്. സംഖ്യകൾക്കപ്പുറം ജനങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. അതെ, 38. ഇതൊരു വെറും സംഖ്യയല്ല. പെരിന്തൽമണ്ണയുടെ അടുത്ത 5 വർഷത്തെ രാഷ്ട്രീയ ഭാവിയെ നിർണയിച്ചൊരു സംഖ്യയാണ്. 1,00,000-ൽ പരം വരുന്ന ജനങ്ങളുടെ പ്രതിനിധി ആരാകണമെന്ന് തീരുമാനിക്കാൻ ഇത്രയും ചെറിയൊരു ഭൂരിപക്ഷം മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അതിനു പിന്നിലെ കാരണങ്ങൾ എത്ര വലുതായിരിക്കും? നമുക്ക് ആ ഉത്തരങ്ങളിലേക്ക് പോകാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. 1,65,000-ൽ കൂടുതൽ ജനങ്ങളുടെ ശബ്ദമാവേണ്ട ആളെ തീരുമാനിച്ചത് വെറും 38 വോട്ടുകളാണ്. ഇതാ ജനവിധിയുടെ ദുർബലമായൊരവസ്ഥയാണ് കാണിക്കുന്നത്. അതോടൊപ്പം സമൂഹത്തിൽ ആഴത്തിലുള്ള ഒരു വിഭജനത്തിന്റെ സൂചനയും നൽകുന്നു. നമുക്കത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഈ 38 വോട്ടിന്റെ ഉത്തരം നമ്മൾ തിരയേണ്ടത് വലിയ രാഷ്ട്രീയ ചർച്ചകളിലല്ല. അതവിടെയല്ല. അത് പെരിന്തൽമണ്ണയിലെ ഓരോ വീട്ടിലുമാണ്. ഓരോ സാധാരണക്കാരന്റെയും ദൈനംദിന ജീവിതത്തിലാണ്. നമുക്കവിടേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഓരോ ദിവസവും അവരനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഒരു വശത്ത് കുടിവെള്ളക്ഷാമം, മറുവശത്ത് തകർന്നു കിടക്കുന്ന റോഡുകൾ. ഇതിനെല്ലാം പുറമെ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റം സാധാരണക്കാരന്റെ നടുവൊടിക്കുന്നു. പിന്നെ എപ്പോഴു വേണമെങ്കിലും ആക്രമിക്കാവുന്ന വന്യമൃഗങ്ങളുടെ ഭീഷണിയും. ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു ജനതയുടെ പ്രതിഷേധം നമ്മൾ കാണാതെ പോകരുത്. ഈ ചിത്രത്തിലേക്ക് നമ്മൾ ചേർത്തുവെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗൾഫിൽ നിന്ന് മടങ്ങിവരുന്നവരുടെ അവസ്ഥ. ഒരുപാട് സ്വപ്നങ്ങളുമായി തിരികെത്തിയവരിൽ 10-ൽ 7 പേർക്കും ഇന്ന് ജോലിയൊന്നുമില്ല. ഇതൊരു സാമ്പത്തിക പ്രശ്നം മാത്രല്ല, അവരുടെ ആത്മാഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. അപ്പോ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം തിരഞ്ഞെടുപ്പിൽ 3 വളരെ വ്യക്തമായ സിഗ്നലുകളായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. എന്താണ് ഈ സിഗ്നലുകൾ? നമുക്ക് ഡേറ്റയിലേക്ക് നോക്കാം. 2021-ലെ തിരഞ്ഞെടുപ്പ് ഫലം നോക്കൂ. ഏതാണ്ട് ഒരു ഫോട്ടോ ഫിനിഷ് പോലെ. UDFന് 46.21%, LDFന് 46.19%. വ്യത്യാസം ഒന്നുമില്ലെന്ന് തന്നെ പറയാം. ഇതൊരു അപകടകരമായ സ്തംഭനാവസ്ഥയാണ്. കാരണം ആർക്കും വ്യക്തമായ ഒരു ജനവിധിയില്ല. അടുത്ത സിഗ്നൽ നോക്കാം. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ വോട്ട് ചെയ്യാൻ വരുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. 2011-ല് 81% ഉണ്ടായിരുന്നത് 2021-ൽ 76%-ലും താഴെയായി. ഇതിനെ ആളുകളുടെ ഒരു മടിയായിട്ടോ നിസ്സംഗതയായിട്ടോ കാണരുത്. അല്ല, ഇതൊരുതരം നിശബ്ദ പ്രതിഷേധമാണ്. സിസ്റ്റത്തോടുള്ള ഒരുതരം മടുപ്പാണ്. ഇതിനെ നമുക്കൊരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ കാണാം. ക്ഷേമ പദ്ധതികൾക്കൊരു ആവറേജ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ജനങ്ങളുടെ വിശ്വാസം നേടുന്ന കാര്യത്തിലും മാർക്ക് വളരെ കുറവാണ്. അതുകൊണ്ടുതന്നെ ഈ 38 വോട്ടിന്റെ വിജയം ഒരു അംഗീകാരമായിട്ട് കാണാൻ പറ്റില്ല. മറിച്ച് ഒരു പ്രൊബേഷൻ പീരീഡ് പോലെയാണ്. നിങ്ങൾ ശരിയാവൂന്ന് നോക്കട്ടെ എന്ന് ജനം പറയുന്ന പോലെ. അപ്പോ ഇവിടെ മത്സരം നടന്നത് 2 വ്യക്തികൾ തമ്മിലായിരുന്നില്ല, മറിച്ച് 2 വലിയ രാഷ്ട്രീയ സംവിധാനങ്ങൾ തമ്മിലായിരുന്നു. ഒരു വശത്ത് UDFന് അവരുടെ ശക്തമായ കാഡർ സംവിധാനവും സിറ്റിംഗ് MLAയുമുണ്ട്. മറുവശത്ത് LDFന് അവരുടെ ഉറച്ച അടിത്തറയും. ഈ 2 ശക്തികളും നേർക്കുനേർ വന്നപ്പോ ഫലം ഇഞ്ചോടിഞ്ചായി. ഇവിടെയാണ് നമ്മൾ ഭരണത്തിന്റെ അടിസ്ഥാന തത്വത്തെക്കുറിച്ച് ഓർക്കേണ്ടത്. ഏതൊരു ഭരണത്തിലും ഏറ്റവും പ്രധാനം ഓരോ വ്യക്തിയുടെയും അന്തസ്സാണ്. ജനങ്ങൾ സംസാരിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കാൻ ഭരണാധികാരികൾക്ക് കഴിയണം. ഇനി അവർ നിശബ്ദരാണെങ്കിലോ? എന്തുകൊണ്ടവർ മിണ്ടുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്തവും ഭരണകൂടത്തിനുമുണ്ട്. ഇനി നമ്മൾ ഈ വിശകലനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സൂം ഇൻ ചെയ്യാൻ പോകുകയാണ്. മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും കയറിയിറങ്ങി അവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഫോറൻസിക് ടൂർ പോലെ. നമ്മൾ പെരിന്തൽമണ്ണ ടൗണിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടുത്തെ പ്രശ്നമെന്താ? ഡ്രെയിനേജ്, ഹോസ്പിറ്റലിലെ തിരക്ക്, പിന്നെ തീരാത്ത ട്രാഫിക് ബ്ലോക്ക്. ഇനി മേലാറ്റൂരിലേക്ക് പോയാലോ? അവിടെ റേഷൻ കാർഡിനായി കാത്തിരിക്കുന്ന മനുഷ്യരെ കാണാം. രാത്രിയായാൽ വഴിയിൽ വെളിച്ചമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടും. വെട്ടത്തൂടിലെ കർഷകരുടെ സങ്കടം വേറെയാണ്. വെള്ളം കിട്ടാതെ കൃഷി നശിക്കുന്നു, ബസ് സൗകര്യങ്ങളുമില്ല. താഴെക്കോട് സ്ഥിതിയും വ്യത്യസ്തമല്ല. അവിടെ എപ്പോ കറണ്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. വന്യമൃഗങ്ങൾ എപ്പോ വേണേലും കൃഷി നശിപ്പിക്കാം. ആലിപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നു. പക്ഷേ പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ ആളില്ല. പുലാമന്തോളിൽ മൊബൈലിന് റേഞ്ചില്ലാത്തതാണ് പ്രശ്നം. ഏലംകുളത്താകട്ടെ പണി തീരാത്ത റോഡുകളും റേഷൻ കടയിലെ വലിയ ക്യൂവും. നോക്കൂ, എവിടെ നോക്കിയാലും ജനങ്ങൾ ഓരോരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് ആ 38 വോട്ടിന്റെ രഹസ്യം
നമ്മൾ നിയമസഭയിലോ വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങളിലോ അല്ല തിരയേണ്ടത്. അല്ല, അതൊരുപക്ഷേ പൊട്ടിയൊലിക്കുന്നൊരു വെള്ളപ്പൈപ്പിലാണ്, അല്ലെങ്കിൽ വെളിച്ചമില്ലാത്തൊരു തെരുവിലാണ്, ഒരു ജോലിക്ക് വേണ്ടി അലയുന്ന ചെറുപ്പക്കാരന്റെ നിസ്സഹായതയിലാണ്. വിലക്കയറ്റം, ഗൾഫിൽ നിന്നുള്ളവരുടെ പ്രതിസന്ധി, വന്യജീവി ശല്യം, പിന്നെ ഈ ക്ഷേമ പദ്ധതികൾ കൊണ്ടുള്ള ഒരുതരം മടുപ്പ്, ഇതാണ് യഥാർത്ഥ കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിനൊരു പരിഹാരമുണ്ടോ? തീർച്ചയായുമുണ്ട്. ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ദിശയിലുള്ള ഒരു ഭരണത്തിന് വേണ്ട ബ്ലൂ പ്രിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനെ ചതുർമുഖതന്ത്രം എന്ന് വിളിക്കാം. അതായത്, ഒരു നേതാവിന് 4 മുഖങ്ങൾ അല്ലെങ്കിൽ 4 ഭാവങ്ങൾ വേണം. 1. ശിവനെപ്പോലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു അഗ്രഷൻ. 2. വിഷ്ണുവിനെപ്പോലെ സമാധാനവും സ്ഥിരതയും ഉറപ്പുവരുത്താനുള്ള കഴിവ്. 3. ബ്രഹ്മാവിനെപ്പോലെ പുതിയ ആശയങ്ങളും വികസനവും കൊണ്ടുവരാനുള്ള ഒരു ക്രിയേറ്റിവിറ്റി. 4. ദുർഗയെപ്പോലെ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരെ സംരക്ഷിക്കാനുള്ളൊരു മനസ്സും. ഈ 4 ഗുണങ്ങളും ചേരുമ്പോഴാണ് ഒരു നേതാവ് പൂർണ്ണനാകുന്നത്. ഇവിടെയാണ് ധാർമ്മികമായ ഭരണം പ്രസക്തമാകുന്നത്. ജനങ്ങളിലേക്കിറങ്ങിച്ചെല്ലുന്നത് നല്ല ഭരണത്തിന്റെ ലക്ഷണമാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ പൗരന്റെയും സമ്മതം ഉറപ്പാക്കണം. അവരുടെ സ്വകാര്യതയെയും അന്തസ്സിനെയും മാനിക്കണം. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഡാറ്റാ സംരക്ഷണ നിയമങ്ങൾ ഈ അവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. പരിഹാരത്തിന്റെ ആദ്യപടി കൃത്യമായ ഇടപെടലാണ്. പക്ഷെ എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. ഓരോ വിഭാഗത്തിനും വേണ്ടത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. യുവാക്കളോട് സംസാരിക്കേണ്ടത് പുതിയ തൊഴിലവസരങ്ങളെക്കുറിച്ചാണ്, IT സ്കില്ലുകളെക്കുറിച്ചാണ്. സ്ത്രീകളോട് സംസാരിക്കേണ്ടത് അവരുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും കുറിച്ചാണ്. കർഷകർക്ക് വേണ്ടത് അടിയന്തര സഹായമാണ്. ഗൾഫിൽ നിന്ന് മടങ്ങി വന്നവർക്ക് വേണ്ടത് പുതിയ നിക്ഷേപ അവസരങ്ങളാണ്. ഇങ്ങനെ ഓരോ വിഭാഗത്തെയും പ്രത്യേകം കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. മാറ്റം വരുന്നു എന്ന് ജനങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടണം. അതിന് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന, അവർക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന 3 കാര്യങ്ങളുണ്ട്. 1. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് 90 ദിവസത്തിനുള്ളിൽ പുനരാരംഭിക്കുക. 2. റോഡിലെ കുഴി അടയ്ക്കുക, ആവശ്യത്തിന് വെള്ളം എത്തിക്കുക. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ഉടൻ ചെയ്യുക. 3. ഗ്രാമങ്ങളിലേക്ക് ആരോഗ്യ സേവനം എത്തിക്കുന്ന ഒരു മൊബൈൽ മെഡിക്കൽ വാൻ. ഇത് ജനങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ പിടിക്കാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ നമ്മൾ എത്തിനിൽക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു ചോദ്യത്തിലാണ്. വെറും ക്ഷേമപദ്ധതികൾ വിതരണം ചെയ്യുന്ന ഒരു ഭരണാധികാരിയിൽ നിന്ന് ജനങ്ങളുടെ കഴിവുകളെ വളർത്തി അവരെ സ്വയം പര്യാപ്തരാക്കുന്ന ഒരു നേതാവായി മാറാൻ നമ്മുടെ നേതൃത്വത്തിന് കഴിയുമോ? അതാണ് യഥാർത്ഥ വെല്ലുവിളി. നിങ്ങൾക്കും ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന വിലാസത്തിലോ 080420416002 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയം ലക്ഷ്യങ്ങൾക്കപ്പുറമാണ്.